മമ്മി, മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ന്യൂസ് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചേ. അതെന്താ? മമ്മിയെ ചതിച്ച ആ ശാന്തി ഉണ്ടല്ലോ, ഇപ്പോഴത്തെ തങ്കം, അവര് ഹോസ്പിറ്റലായി. കുറെ നേരം എന്റെ മുറിയില് നെറ്റ് പൊട്ടി ചോര ഒലിപ്പിച്ച് അവര് കിടന്നു. ഒടുവില് ആ മോളിക്കുട്ടി എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നെ. അവക്കെന്താ സംഭവിച്ചേ? ഞാൻ അടിച്ച് തല പൊട്ടിച്ചു. മോളെ, മമ്മി പേടിക്കൊന്നും വേണ്ട. അത് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. അവര് ചോര ഒലിപ്പിച്ച് ബോധം കെട്ടി കിടന്നപ്പോ ഞാൻ മമ്മിയെ ഓർത്തത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വേദനയും തോന്നിയില്ല. തങ്കത്തിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് അവൾ അറിയിക്കുന്നത് തന്നെയാ. അല്ല, എന്തിനാ നീ അങ്ങനെ ചെയ്തേ? അവരും ആ മോളിക്കുട്ടിയും ചേർന്ന് എന്നെ വിവാഹം കഴിപ്പിക്കാൻ പോവാ. വിവാഹോ? ആ, എനിക്കൊരു വിവാഹാലോചന വന്നു. ഒരു കാനഡക്കാരൻ പയ്യൻ. അനിയ സാറ് കൊണ്ടുവന്നതാ. അതറിഞ്ഞപ്പോ അതിനു വേണ്ടി എന്നെ സമ്മതിപ്പിക്കാൻ മോളിക്കുട്ടി അവരും കൂടെ ശ്രമിച്ചു. അപ്പൊ പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ? അല്ല മമ്മി, ഈ അനിയ സാർ എന്തിനാ കൃഷ്ണയുടെ കല്യാണമൊക്കെ നടത്താൻ ശ്രമിക്കുന്നേ? അയാളെ സഹായിക്കാൻ വേണ്ടി അവളെ വെറുതെ കൂടെ നിർത്തിയിരിക്കുന്നതല്ലേ? അത് അവരുടെ മുമ്പിൽ ഇപ്പോ അവരുടെ രക്ഷകനായിട്ടല്ലേ അയാൾ നിൽക്കുന്നത്, അതുകൊണ്ടാവും. ആ പയ്യനെ ഞാൻ കണ്ടിരുന്നു. കാനഡയിൽ എന്തോ ബിസിനസ് ചെയ്യാ. ഞാനാണ് കൃഷ്ണ എന്ന് തോന്നിയതുകൊണ്ടാ അയാൾക്ക് താല്പര്യം തോന്നിയത്. അല്ലാതെ എനിക്ക് പകരം അവളായിരുന്നെങ്കിൽ ആ പയ്യൻ തിരിഞ്ഞുകൂടെ നോക്കുമായിരുന്നോ? ആ പിന്നെ മമ്മി, നാളെ എന്റെ പ്ലാസ്റ്റർ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞാ എനിക്കിവിടെ ഇറങ്ങാൻ ബുദ്ധിമുട്ടില്ല. അപ്പോ കൃഷ്ണയും മമ്മി ഇവിടെ എത്തിക്കണം. ശരി മോളെ, അത് മമ്മി ചെയ്തോളാം. മോളെ നീ സൂക്ഷിക്കണേ. തിരിച്ചു വന്നു കഴിയുമ്പോ അവള് ചിലപ്പോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രശ്നം ഉണ്ടാക്കാൻ വന്നാ അത് അപ്പൊ നോക്കാം. ചിലപ്പോ മമ്മി ചെയ്യേണ്ട പ്രതികാരം ഞാൻ അങ്ങോട്ട് ചെയ്യും. കൊല്ലും ഞാനവരെ. നാളെ മോളുടെ കാലിലെ പ്ലാസ്റ്റർ എടുക്കുക. ഇനി അവളെ അവിടെ നിർത്താൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് അവളെ അവിടെ നിന്ന് ഇറക്കണം സിനിമ.